ഹലോ ഗൈസ്, സോ ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഫൈൻ വേർഡ് കണ്ടെയ്നിങ് ക്യാരക്ടർ എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ. നമുക്കൊരു അറേ ഓഫ് സ്ട്രിങ്സ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരക്ടറും തന്നിട്ടുണ്ട്. സോ ഈ ഒരു ക്യാരക്ടർ ഇതിൽ ഏതൊക്കെ വേർഡിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ വരുന്ന വേർഡ്സിന്റെ ഇൻഡെക്സ് ആണ് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് നമ്മളൊരു നോർമൽ രീതിയിൽ ആലോചിക്കുമ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു അറേനെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഐട്രേറ്റ് ചെയ്യണം. അങ്ങനെ ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഓരോ വേർഡ് എടുത്തിട്ട് അതിനകത്ത് ഈ ഒരു ക്യാരക്ടർ വരുന്നുണ്ടോ ചെക്ക് ചെയ്യണം. അങ്ങനെയല്ലേ നമ്മളൊരു എന്താ പറയുക നോർമൽ ആയിട്ട് ആലോചിക്കുന്നത് സോൾവ് ചെയ്യാൻ. സോ ആ ഒരു രീതി തന്നെ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സോ എനിക്ക് എന്ത് വേണം? ആദ്യം ഒരു അറേനെ ഫുൾ ആയിട്ട് ഐട്രേറ്റ് ചെയ്യണം. സോ ഇതിന്റെ ലെങ്ത് നമ്മൾ n എന്ന് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഫസ്റ്റ് ലൂപ്പ് എന്തായിരിക്കും? ഇപ്പോൾ i എന്ന് പറയുന്നത് 0 till n വരെ ഞാൻ എന്ത് ചെയ്യണം? ഇത് ഐട്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ എന്റെ ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ എന്റെ വേർഡ് എന്ന് പറയുന്നത് എന്താ? ലീറ്റ് എന്ന് പറയുന്ന വേർഡാണ് എനിക്ക് ആദ്യം കിട്ടിയത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അകത്ത് ആ ഒരു ലൂപ്പിനകത്ത് ഈ ഒരു വേർഡിനെ ഞാൻ ഐട്രേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഓരോ ക്യാരക്ടറും എന്റെ എക്സിനോട്, ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇ ആണ് തന്നിട്ടുള്ളത്, അതിനോട് മാച്ച് ആവുന്നുണ്ടോ നോക്കണം. അങ്ങനെ മാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അതിനകത്ത് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. സോ അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യും? ആ ഒരു ലൂപ്പിനെ എനിക്ക് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ ഞാൻ ജെ എന്ന് എടുത്തു. ജെ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ എവിടെ വരെ പോകണം? ആ ഒരു ഐയുടെ ലെങ്ത് വരെ ഞാൻ എന്ത് ചെയ്യണം? മാക്സിമം ഐട്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇനി ഞാൻ അതിനകത്ത് എന്താ ചെയ്യേണ്ടത്? ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ എന്റെ എക്സ് ആയിട്ട് മാച്ച് ആണോ നോക്കണം. സോ അത് ഒരു അറേ ഓഫ് ഐ ഓഫ് ജെ എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു എനിക്ക് വേണ്ട ക്യാരക്ടറായിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു ഇൻഡെക്സിനെ എന്റെ റിസൾട്ടന്റിലോട്ട് ആഡ് ചെയ്യണം. സോ എനിക്ക് റിസൾട്ടന്റ് എന്ന് പറയുന്ന ഒരു അറേ കാണും, അതിനകത്തോട്ട് ഞാൻ ആ ഇൻഡെക്സ് ആഡ് ചെയ്യും. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തുണ്ട്? ആ ഒരു ഇന്നർ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്യും? ആ ഒരു ലൂപ്പ് ബ്രേക്ക് ചെയ്യും. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരു റിസൾട്ടന്റ് എന്ന് പറയുന്ന ഒരു അറേ ആദ്യം ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. സോ അറ്റ് ദ എൻഡിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ആ ഒരു റിസൾട്ടന്റിനെ റിട്ടേൺ ചെയ്താൽ മതി. സോ ഇങ്ങനെയാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ കോംപ്ലക്സിറ്റി എന്താ വരിക? സോ നമ്മുടെ ഫസ്റ്റ് ലൂപ്പ് എവിടെ വരെ പോകണം? സോ ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് n ആണെങ്കിൽ നമ്മൾ n ടൈംസ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഫസ്റ്റ് ലൂപ്പ് ഐട്രേറ്റ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ലൂപ്പ് നമ്മൾ ഏതുവരെ ഐട്രേറ്റ് ചെയ്യണം? സെക്കൻഡ് ലൂപ്പ് നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നത് മാക്സിമം ഏതുവരെയാണ്? ആ ഒരു ഇന്നർ വേർഡിന്റെ ഈ ഒരു വേർഡിന്റെ ലെങ്ത് എത്രയാണോ അത്രയല്ലേ നമ്മൾ സെക്കൻഡ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആ വേർഡിന്റെ ലെങ്ത്തിനെ നമ്മൾ n ആക്കി എടുത്തു കഴിഞ്ഞാൽ, സോറി m ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു m ടൈംസ് അല്ലേ നമ്മൾ സെക്കൻഡ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ലൂപ്പ് ഇൻറ്റു സെക്കൻഡ് ലൂപ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു സൊല്യൂഷന്റെ ടൈം കോംപ്ലക്സിറ്റി ആയിട്ട് വരുന്നത്. കംപ്ലീറ്റ് DSR പ്രോബ്ലം സോൾവിംഗ് സീരീസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.